ഹായ് പ്രിയപ്പെട്ടവരെ, റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വലിയൊരു പ്ലോട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. 5.5 ഏക്കർ. ഈ 5.5 ഏക്കർ സ്ഥലത്തിന് ആകെ ചോദിക്കുന്നത് സെന്റിന് 70,000 രൂപ. മഞ്ചേരിയിലാണ്, തൃക്കലങ്ങോട് പഞ്ചായത്താണ്. അപ്പോൾ അതിൻ്റെ ഏരിയയും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശാലമായിട്ട് പരിചയപ്പെടുത്താം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, കൂടെ നിൽക്കുക. ഇന്നത്തെ വലിയൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5.5 ഏക്കർ വിശാലമായിട്ട് കിടക്കുക. വെള്ളം സൗകര്യങ്ങളൊക്കെ സെറ്റ് ഒന്നായിട്ടാണ് കൊടുക്കുള്ളൂ. മാത്രമല്ല ഇവിടെ തെങ്ങ്, കമുക് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാക്കാൻ പറ്റും. ഏറെക്കുറെ നിരപ്പായൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാം, സ്ഥലം കാണാം. എല്ലാവരെയും വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 5.5 ഏക്കർ സ്ഥലത്തിന്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇതാ ഈ മനോഹരമായ റോട്ടിൽ നിന്നാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് കിടക്കുന്നത്. ഇതാ ഇങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ പ്ലോട്ടിൽ. ഇവിടുന്ന് തൊട്ട് തന്നെ ആരംഭിക്കുകയാണ്. ഇവിടെ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് മേലോട്ട് ഇങ്ങനെ അതിർത്തി വരുന്നുണ്ട്. മേലെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൽപ്പെട്ടത് തന്നെയാണ്. ടോട്ടൽ 5.5 ഏക്കർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ തുടക്കമാണ് ഇവിടെ ഉള്ളത്. പല ഭാഗത്തായിട്ട് നമ്മൾ കാണിക്കേണ്ട ഇവിടെ തുടക്കമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഭാഗങ്ങൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നല്ല ഇപ്പോൾ തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മൊത്തത്തിൽ ഇത് വിശാലമായിട്ട് കിടക്കുന്ന ഒന്നായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ തൊട്ടടുത്തൊന്നും നമുക്ക് വീടുകൾ കാണാത്തത്. പക്ഷെ ഇവിടെ താഴെ കണ്ടോ, താഴെ വീടുണ്ട്. വലിയ വലിയ വീടുകൾ തൊട്ടടുത്തുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് ഉള്ളോട്ട് ചെന്നാലും നമുക്ക് വീടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തൊട്ട് തന്നെ നമ്മൾ തെങ്ങുകളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. നല്ല അകലത്തിൽ ഇഷ്ടം പോലെ തേങ്ങയുള്ള തെങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മേലേക്കുള്ള സ്ഥലങ്ങളും അവിടെ എത്തുമ്പോൾ കാണിക്കാം. മേലേക്കുള്ള സ്ഥലങ്ങൾ ഇതിൽ പെടുന്ന തന്നെയാണ്. റോഡിന്റെ കുറച്ച് അപ്പുറം സൈഡും ഉണ്ട്. അങ്ങനെ 5.5 ഏക്കർ മൊത്തത്തിൽ കിടക്കുന്ന വിശാലമായ ഭൂമിയാണ്. കുറച്ച് താഴേക്ക് പോകുന്ന ഏരിയകളൊക്കെ ഇതിൽപ്പെട്ട തന്നെയാണ്. ഇപ്പോൾ മഞ്ചേരി ഏരിയയിൽ പെട്ടിട്ടുള്ള ഈ സ്ഥലം താല്പര്യമുള്ള ആളുകൾ നമ്പർ കൊടുക്കും വീഡിയോയിൽ. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ സ്ഥലം സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും ഭാഗം പിന്നിട്ടു, അവിടെയാണ് റോഡ് വരുന്നത്. ഈ റോഡ് ഇങ്ങനെ ആ മേൽഭാഗത്തു കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് കിടക്കണം. ആ ഭാഗത്തുള്ള ഈ തെങ്ങുകൾ അടക്കമുള്ള എല്ലാ ഏരിയയും, അപ്പുറത്ത് കാണുന്ന മരങ്ങളൊക്കെ ഉള്ള ഏരിയയും നമ്മുടെ ഈ പ്ലോട്ടിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ, അതിർത്തി വെച്ച് നോക്കുമ്പോൾ ആ വീടിനോട് തൊട്ട് ചാരിയിട്ട് മുകളിൽ തുടങ്ങുന്ന ഒരു കമ്പിവേലി അടക്കം ഇങ്ങനെ പോവാണ്. ഇവിടെ താഴെയാണെങ്കിലും പ്ലോട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. ഇതവിടെ ആ കവുങ്ങിൻ തോട്ടത്തിന്റെ പുറത്തേക്കായിട്ട് ഏരിയ ഇങ്ങനെ കാട് മുടി കിടക്കുന്ന ഏരിയ ഇങ്ങനെ വൈഡായിട്ട് തന്നെ ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, ഈ ഏരിയ ഒക്കെ നമുക്ക് അതിൽ പെട്ട തന്നെയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആ ദൂരത്ത് കാണുന്ന വീടാണ് ഒരു അതിർത്തി വരുന്നത്. അതിലൂടെ മേലോട്ട് നേരെ പോകുന്ന സ്ഥലമാണ്. ഇത്തിരി പാറന്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് ദൂരെ കുറച്ച് തെങ്ങ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ തെങ്ങിന്റെ ഏരിയ കൂടി ഇതവിടെ കാണുന്ന ഈ തെങ്ങിന്റെ ഏരിയ കൂടി ഒരു 10ഓളം വരുന്ന തെങ്ങും കൂടി ഈ ഒരു പിന്നെ നമ്മുടെ പ്ലോട്ട് പെട്ടതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങോട്ട് മേലോട്ട്, അഥവാ റോഡിന്റെ അപ്പുറത്താണത്. അവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഇങ്ങനെ പോവാണ്. ആ റോഡ് നമുക്ക് ബസ് റൂട്ടുള്ള മറ്റു റോട്ടിലേക്ക് ചെന്ന് ചാടുകയാണ്, എളങ്കൂർ റോട്ടിലേക്ക് ഒന്ന് ചാടുകയാണ്. പിന്നെ അത് അവിടേക്ക് അത്രയും അടുത്താണ്. നമ്മൾ പ്ലോട്ടിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് വിശാലം നല്ല റോഡ്, മറുഭാഗത്തൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള വീടുകൾ, നല്ല വെള്ളമുള്ള കിണർ, തൊട്ടപ്പുറത്തുള്ള അതിർത്തി വരുന്നത് പാടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോയിൽ കമുക് തോട്ടം വരുന്ന ആ ഏരിയ കണ്ടോ, അത് പാടാണ്. അപ്പോൾ വെള്ളത്തിന് മുട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഈ കവുങ്ങുകളും ആറ്റം വരെയുള്ള നമ്മുടെ പ്ലോട്ടിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ കണ്ടോ, അങ്ങനെ നമുക്ക് വിശാലമായിട്ട് കിടക്കുക. നമുക്ക് ഈ ഒരു പാറപ്പുറത്ത് കയറിയെന്നാൽ ശരിക്കും മനസ്സിലാവും. കണ്ടോ, ഈ ഏരിയ അതിർത്തിയാണ് നമുക്ക് വരുന്നത്. അപ്പുറത്തുള്ള കവുങ്ങുന്തോട്ടം വേറെ ഏരിയയാണ്, വേറെ പ്ലോട്ടാണ്. ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ, അവിടേക്ക് അതിൻ്റെ അറ്റം വരുന്നത് മറ്റൊരു വീടാണ്. ആ വീടാണ് അതിർത്തി വരുന്നത്. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ വെള്ളം വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ വിശാലമായ പ്ലോട്ടാണ്. 5.5 ഏക്കർ ഒരുമിച്ച് 70,000 വെച്ചിട്ട് കിട്ടുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റുകളാണ്. അപ്പുറത്തിങ്ങനെ പോകുമ്പോൾ പിന്നെ റോഡിൻ്റെ അപ്പുറത്തും നമുക്കൊരു ചെറിയ ഭാഗം വരികയാണ്. അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന വലിയൊരു പറമ്പ്, വലിയൊരു സ്ഥലം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാം, താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് കച്ചവടം ഉറപ്പിക്കുക, മുന്നോട്ട് പോവാം.
വേറെ ഒന്നും നോക്കാനില്ല. പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓണേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മറ്റും ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ സെറ്റാക്കി മുന്നോട്ട് പോവാം. കവുങ്ങ് നല്ല അടക്കയുള്ള കുറേ കവുങ്ങുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ടേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യം തേങ്ങകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് തേങ്ങ ഇടാനുണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പിന്നെ പ്ലോട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മൾ റോഡ് കണ്ടു, റോഡിൽ നിന്നിങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഒരു ഭാഗം ഫുള്ള് റോഡ്, മറുഭാഗം വീടുകൾ, പാടം ഒക്കെ വരുന്ന വലിയൊരു പ്ലോട്ടാണ്. അപ്പോൾ 5.5 ഏക്കറിന് കോളറുണ്ടെങ്കിൽ പോരി 70,000 വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തമാക്കാം. ഇതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ അതിർത്തി തന്നെയാണ്. കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നതാണ്. അവിടെ കൂട്ടത്തോടുള്ള കവുങ്ങ് കാണുന്നത് വേറെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതിൽ മണ്ണിട്ട ഭാഗത്തിൻ്റെ വരമ്പ് കാണുന്നതാണ് നമ്മൾ അതിര്. ഉണ്ടോ? ഇനി മേലോട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ശാലമായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ കാണുന്നില്ല, അത്രയും ലെങ്തിയാണ്. ആ ഭാഗമൊക്കെ നമുക്ക് ഈ പ്ലോട്ടിൽ പെട്ട തന്നെയാണ്. ഓക്കെ, മഞ്ചേരിയിലുള്ള മംഗലശ്ശേരിക്ക് അടുത്തുള്ള ഈ ഒരു പ്ലോട്ട് ഇനി ആരും വെറുതെ ഇരിക്കണ്ട, അല്ലെങ്കിൽ വെറുതെ ആയിട്ട് ലാഘവത്തോടു കൂടി കാണണ്ട. ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതിനിപ്പോൾ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒന്ന് ജാഗ്രത പുലർത്തി ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ നീട്ട് പോകുന്നില്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ ശ്രമം നടത്തുക. ആവശ്യക്കാർ ഉപയോഗപ്പെടുത്തട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുകൾ ഭാഗത്തെ കുറച്ച് സ്ഥലം കൂടി ഈ പ്ലോട്ടിലുണ്ടെന്ന്. താഴേക്കുള്ള ഭാഗത്താണ്. ഇത് റോഡ് ഇതിലൂടെ പോയതാണ്. ഈ സ്ഥലത്തിലൂടെ തന്നെ പോയ റോഡാണ്. ഇനി റബ്ബർ വരെ വരുന്ന ഈ തെങ്ങുകൾ അടങ്ങുന്ന ഈ ഏരിയ, വീടിനൊക്കെ പറ്റിയ റോഡ് സൈഡിൽ നല്ലൊരു പ്ലോട്ട്. പക്ഷെ ഒന്നായിട്ടേ കൊടുക്കുള്ളൂ. ഈ ഒരു ഏരിയ കൂടി നമ്മുടെ പ്ലോട്ടിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? നേരത്തെ ഈ റോഡ് വന്നത് നമ്മുടെ പ്ലോട്ടിലൂടെയാണ്. അതുകൊണ്ടാണ് അപ്പുറപ്പുറമുള്ള സ്ഥലമായത്. ഇനി ഇവിടുന്ന് കാണുന്ന മനോഹരമായ കാഴ്ച കണ്ടോ? ഫ്ലാറ്റുകളും സ്കൂളുകളും പാർക്കുകളൊക്കെ ഇവിടുന്ന് കാണാം. അപ്പോൾ സാധ്യതകളുള്ളൊരു ഏരിയയാണ്. 5.5 ഏക്കറൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതും ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. താങ്ക് യു. നമ്മുടെ ഈ 5.5 ഏക്കർ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജാണിത്. ഈ വീടിനോട് ചാരിയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ചാരിയിട്ട് വരുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് വേലി തുടങ്ങുന്നത്. കണ്ടോ? ഈ തെങ്ങ് തുടങ്ങുന്ന ഈ ഭാഗത്ത് ഈ വേലി ഇങ്ങനെ പോയതാണ്. ഇവിടെ നിന്നാണ് പ്ലോട്ട്. ഞാനിത് ഈ വീഡിയോ എടുക്കാൻ കാരണം ഫ്രണ്ടേജ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ ആ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് റോഡ് കെട്ടിയിട്ടാണ് പോവാണ് പ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇവിടുന്ന് ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പ്ലോട്ട് അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഒരറ്റത്ത് പാടവും മറുഭാഗത്ത് വീടുകളും ഒരു ഭാഗത്ത് ടാറിട്ട റോഡും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്പറിലേക്ക് വിളിക്കുക, സ്വന്തമാക്കാൻ ശ്രമം നടത്തുക. വെറും 70,000 രൂപ സെൻറ്റിന്.